ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നീറ്റ് എൻട്രൻസ് എക്സാം ആണ് നീറ്റ് 2025. അതിനെ 609 എന്ന് പറയുന്ന വണ്ടർഫുൾ സ്കോറോടുകൂടി അതും വീട്ടിലിരുന്ന് ഓൺലൈനായി മാത്രം പ്രിപ്പയർ ചെയ്ത് നിവേദിത അറ്റൈൻ ചെയ്തു. അപ്പോൾ നിവേദിത ഈ കൊല്ലം ഓൺലൈൻ ആയിരുന്നു പഠിക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, കാരണം പലപ്പോഴും പേടിയാണ് നീറ്റ് പാടായതുകൊണ്ട് ഓൺലൈനിൽ കിട്ടുമെന്നെങ്കിൽ വി ഹാവ് എ പ്രൂഫ് ഫോർ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഏതൊരു എക്സാം ഏതൊരു ഡിഫിക്കൽട്ട് ലെവലിലും വരട്ടെ നീറ്റ്, അതിനെ എങ്ങനെ ഓൺലൈനായി വീട്ടിലിരുന്നുകൊണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാമെന്ന് നിവേദിത പറഞ്ഞുതരും. ഞാൻ ചെയ്തിരുന്നത് ക്ലാസ് ഒക്കെ റെഗുലറായി അറ്റൻഡ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാറ് ചെയ്യും. അപ്പം എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. സെൽഫ് മോട്ടിവേഷൻ ആണ് ഏറ്റവും അതിന് പറ്റിയത് ഫോക്കസ് തന്നെയാണല്ലേ. നമ്മുടെ എയിം എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ മോട്ടിവേറ്റഡ് ആണ്. പക്ഷെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ലേ, അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചാൽ എല്ലാം ഓക്കെയാണ്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൺലൈനിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം കമ്പാരിസൺ ആണില്ലല്ലോ. ക്ലാസ്സിലാണെങ്കിൽ കുറേ കുട്ടികളായിട്ട് വന്നിരിക്കുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു. പക്ഷെ ഓൺലൈനിലാകുമ്പോൾ അങ്ങനെ കമ്പാരിസൺ ഇല്ല. പിന്നെ എങ്ങനെ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി? എനിക്ക് കമ്പാരിസണിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയ സെൽഫ് ഇവാലുവേഷൻ ആണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു എക്സാമിന് സ്കോർ അടുത്ത എക്സാം ആകുമ്പോഴത്തേക്ക് അത് എങ്ങനെ മെച്ചപ്പെടുത്താന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ സെറ്റുകളും പഠിക്കാനുള്ള ഒരു മേജർ പോയിന്റ് ആണ്. കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന നമ്മളെ തന്നെ കമ്പയർ ചെയ്താൽ ഫിസിക്സിൽ ബെറ്റർ ആയിട്ട് ഒരാൾ കെമിസ്ട്രിയിൽ ബെറ്റർ ആയിരിക്കും. ഞാൻ എന്റെ സബ്ജക്റ്റിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്റെ സ്കോർ ഫിസിക്സ് ആണ് കുറവെങ്കിൽ അത് കൂട്ടാൻ നോക്കിയാൽ മതി. മറ്റൊരുമായിട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ദാറ്റ്സ് എ വെരി ബിഗ് പോയിന്റ്. നമ്മുടെ സ്കോറിനെ എങ്ങനെ അടിച്ചിട്ടുള്ള ഞാൻ ഏറ്റവും ആൻഡ് എക്സാംസ് എങ്ങനെയാണ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കുള്ള മോക്ക് ടെസ്റ്റ് ഞാൻ ഓഫ്ലൈൻ തന്നെ പോയി എഴുതാൻ ശ്രമിക്കുമായിരുന്നു പറ്റുന്നതൊക്കെ. അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു സൈലത്തിൻ്റെ എല്ലാ, പ്രത്യേകിച്ച് അവസാനമൊക്കെ ആയിരുന്ന സമയത്ത്. അപ്പോൾ അത് തന്നെ ഞാൻ വീണ്ടും റിവൈസ് ചെയ്യുന്നത്. ഒരു എക്സാം എഴുതിയെങ്കിലും പിന്നീടും അത് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ റിവൈസ് ചെയ്യുമായിരുന്നു. കണ്ടിട്ടുള്ള പോലെയൊക്കെ തോന്നിയത്. അതെ, ബയോളജി എനിക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ ഇരുന്ന് നീറ്റ് ക്രാക്ക് ചെയ്യാൻ സുഖമായി പറ്റും.